ഇത് ആരും ടേസ്റ്റ് നോക്കിക്കണോ? മുഹമ്മദ് ഇബ്രാഹിം. എന്ന് തന്നെ. അപ്പൊ എല്ലാവർക്കും ജാസ് സ്റ്റുഡിയോ പ്ലസിലേക്ക് അവർക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്കല ബീച്ചിന്റെ കാഴ്ചകളാണ്. കണ്ടില്ലേ, ബാക്ക് ഭാഗം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന വർക്കല ബീച്ചിന്റെ കാഴ്ചകളാട്ടോ. സമയം 6:45 പാപനാശം കടപ്പുറാണ് ഈ കാണുന്നത്. രാവിലെ തന്നെ ആണ്ടുബലി പൂജകൾ നടത്തുന്ന കാഴ്ചകളാട്ടോ ഈ കാണുന്നത്. ഇന്ന് കാലാവസ്ഥ വളരെ മോശമാണ്, എന്നാലും പൂജകളെല്ലാം നടക്കുന്നുണ്ട്. ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ വേറെ എവിടെയും കാണാൻ പറ്റും തോന്നുന്നില്ല. ഓരോരോ പൂജകൾ കഴിയുമ്പോഴും കാക്കകളും പ്രാക്കളും ഭക്ഷണം തേടി വരുന്ന കാഴ്ചകളാട്ടോ ഈ ഭാഗത്ത് കാണുന്നത്. ആ കാണുന്ന കടലിൽ നിന്ന് നന്നായി തിരമാല വീശുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ഭാഗത്തേക്കൊന്നും ആരും പോകണില്ല. അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് ഡേഞ്ചർ ഏരിയയാണ്. ആ കാണുന്ന ഭാഗത്ത് ഭക്തര് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കയറി കെട്ടിയ ഭാഗം കണ്ടില്ലേ, ഇതിൽ വല്ലാതെ നടക്കാനുള്ള സ്പേസ് കേട്ടോ, കുറഞ്ഞ സ്പേസ് ഉള്ളൂ. എന്തൊക്കെയായാലും ഇത് കൂടി നടന്ന് നമുക്ക് അപ്പുറം കിടക്കാം കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇടിച്ചിൽ തുടങ്ങിയിരിക്കണം. ബീച്ചിന്റെ മുൻഭാഗത്തു കൂടി വെള്ളമൊലിച്ച് ബീച്ചിക്ക് പോകുന്നു കേട്ടോ. ആ ഒരു ഭാഗത്തപ്പം നിൽക്കണം. ഈ ഭാഗത്തൊക്കെ കണ്ടോ ചവിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ താന്നു പോകുന്ന ഭാഗങ്ങളാട്ടോ. ഇവിടെ ഒരു മുളയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സ്പേസുകൾ കാണാല്ലേ. ഇവിടെയൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇടിഞ്ഞാടിക്കൊണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തിക്കുന്ന ടൈമിലുണ്ടല്ലോ വർക്കല ബീച്ചൊക്കെ ഒന്ന് കാണാറ് എന്ത് ഭംഗിയിലെ കാഴ്ചയാണ് അല്ലേ. കടലൊക്കെ കണ്ട അലമ്പായി കിടക്കുക കേട്ടോ. കടലിൽ നിന്നുണ്ടല്ലോ ഒന്നായിട്ട് വെള്ളം അടിച്ചിട്ട് ഈ ഭാഗത്തേക്ക് വരും. ഈ ഭാഗത്തെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകും. ഈ ഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ വിദേശികൾ വരാൻ കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്തല്ല വെയിലിൻ്റെ ടൈമിൽ ബീച്ചിൽ ഈ ഭാഗങ്ങളൊന്നും ഇങ്ങനെ കിടക്കും. ഈ സമയത്ത് മഴയാണല്ലോ, അതുകൊണ്ടായിരിക്കും ഈ ഭാഗങ്ങളിലെ റിസോർട്ടുകൾക്കും മറ്റിലൊക്കെ റേറ്റ് കുറച്ച് കുറയാൻ കാരണം തോന്നുന്നുണ്ട്. ഈ കടൽ നോക്കിയേ എന്താ അലമ്പാണല്ലേ. ഒരാളെ പോലെ കൊണ്ട് ഇറങ്ങാനായിക്കോളും ചേട്ടോ. ഈ കാണുന്നൊരു സംഭവം കണ്ടോ, താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എന്തായാലും ഇതിൻ്റെ മുകളിൽ ടാർപ്പായി ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ആളുമാരെയൊക്കെ ഉപയോഗിക്കാം അല്ലേ. എന്താണ് സംഭവം എന്നറിയില്ല. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ അതും അറിയില്ല. ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം. എന്തൊരു ഐഡിയ കിട്ടുന്നില്ല. നമ്മളെ തൊട്ടടുത്തൊരു ഏട്ടൻ കേട്ടോ, അയാളോട് ചോദിച്ചോക്കെ എന്താ സംഭവം. ഏട്ടാ എന്താ സംഭവം? നാളെ ബലിക്കല് നാളെയാണ് തുടങ്ങണത് അല്ലേ. ഇതിലൊതുങ്ങും അകത്തുണ്ട്. 24-ാം തീയതി മുതൽ എത്ര ദിവസം ഉണ്ടാവും ഇത്? ഒറ്റ ദിവസം. എന്റെ പേരെന്താ? ആശിഷ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 6ല്. വേറെ ആരൊക്കെ കൂടെ അല്ലേ? ചേച്ചിയുണ്ട്. ഇവിടെ ഇഷ്ടപ്പെട്ടോ ഈ ഭാഗം? യൂട്യൂബിന്റെ പേര് ജാസ് സ്റ്റുഡിയോ പ്ലസ്. ഇതെന്താണ് സംഭവം എന്നില്ല അവർ പറഞ്ഞില്ല, അതിനോട് എനിക്കും അറിയാം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ 24-ാം തീയതി മുതൽ വാവ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരിത് ഷീറ്റ് ഇട്ടുകാണ്ട് മറക്കുണ്ടാവും. ഈ കർത്തവാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ 24-ാം തീയതി ഒറ്റ ദിവസം ഇവർക്ക് എന്തൊക്കെ പൂജ ഉണ്ട്. ആ പൂജൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നടന്നപ്പോൾ വേറൊരു കാഴ്ച കണ്ടിട്ടോ. നോക്കി ഇവിടെ കണ്ടില്ലേ, കുറേ അധികം പെണ്ണുങ്ങൾ ഒക്കെ ലേഡീസാണ് കേട്ടോ പോയി കൊണ്ടിരിക്കുക. ഇതെന്താ സംഭവം എന്നില്ല മനസ്സിലായില്ല. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താ സംഭവം എന്നില്ല. ചോദിച്ചു നോക്കാം കേട്ടോ. എന്താണ് പരിപാടി? പിൻഭാഗത്തൊക്കെ കണ്ടില്ലേ എന്താ സംഭവം എന്നില്ല എനിക്കറിയില്ല. കുറേ അധികം ഒന്നൊന്നല്ല കുറേ അധികം പെണ്ണുങ്ങൾ ഇതേ ഇവിടെ വന്ന് കുറേ അധികം ചാക്കിൽ എന്തൊക്കെയാണ് കെട്ടിക്കൂട്ടിയാണ് കൊണ്ടുപോകാട്ടോ. അപ്പോൾ അത് വല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുമ്പോൾ. ഈ ഭാഗത്ത് കുറേ അധികം പുറത്തുനിന്ന് ആൾക്കാർ വന്ന് നിൽക്കലുണ്ട് കേട്ടോ. പുറത്തുനിന്ന് പറഞ്ഞാൽ വിദേശികൾ വരലുണ്ട്. ഇപ്പോൾ ആരും ഇല്ല കേട്ടോ. സത്യത്തിൽ എന്താ സംഭവം ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ മഴ പോയി, അപ്പോൾ നമുക്ക് കുട താൽക്കാലികത്തിന് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഭാഗത്ത് കുറേ അധികം ഫോറിൻസ് ആൾ വരലുണ്ട്. ഫോറിൻസ് പറഞ്ഞാൽ UK അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരലുണ്ട്. ഈ സീസൺ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, വിദേശികൾ ആരും ഇല്ല കേട്ടോ. ഒക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മാത്രമേ, വേറെ ആളുകളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതാക്കാം ടൈം എന്ന് പറഞ്ഞാൽ കടയിൽ ഇതില്ല അവസ്ഥ. ഒന്നാമത് മഴ പെയ്ത ടൈം കൂടി അല്ലേ, ഒക്കെ പാടാകുമ്പോൾ എന്തായാലും ആകെ പ്രശ്നമാക്കാനും തോന്നുന്നുണ്ട്. വെള്ളം അവിടുന്ന് തുടങ്ങിയത് ഇവിടെ വരെ എത്തുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവിടെ കയറ് കെട്ടിയാണ് അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നത്. ചില ടൈമുകളിൽ വെള്ളം ഇവിടെ വരെ എത്തുന്നുണ്ട്. ഈ ഭാഗത്തേക്കൊന്നും ഒരിക്കലും വെള്ളത്തിലില്ല. ഈ ഒരു പ്രാവശ്യം അവിടുന്ന് തിരമാല അടിച്ചിട്ട് ഇവിടെ വരെ എത്തും. അവിടെ എന്താ സത്യത്തിൽ പരിപാടി? പഞ്ചായത്ത് കുടുംബശ്രീ മുഖേന. അന്നാ കണ്ടെയ്നർ വന്നിപ്പോ ഏറ്റവും കൂടുതൽ കാണുന്നപ്പോൾ എന്താണ് കൂടുതലായിട്ട് കിട്ടിക്കണപ്പോ എന്താ അവിടുന്ന്? മുത്തുകൾ. മുത്ത് പറഞ്ഞാൽ മനസ്സിലായില്ല. ഓക്കെ. ഇതെന്ത് മുത്താണ് സംഭവം? എന്താ സംഭവം? നമുക്ക് പ്രശ്നം ഉണ്ടാവും എന്തേലും? ഇത് പുറത്തുവിട്ടിട്ടില്ല അല്ലേ? ഇതൊരു ഏകദേശം എത്ര കണ്ടെയ്നറിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടെന്നാവല്ലേ, ഒരു ഐഡിയ ഇല്ല. ഇത് ആരും ടേസ്റ്റ് നോക്കിക്കണോ? ഇല്ലല്ലോ. അല്ല നിങ്ങൾ പറയുമ്പോഴാണ് നമ്മളിത് അറിയണം എങ്ങനെ ഒരു സംഭവം. ഇത് നിങ്ങൾ ഇങ്ങനെ മുത്ത് പൊറുക്കി കഴിഞ്ഞാൽ തീരുത് ചെല്ലട വെച്ച് കണ്ടത് അരിച്ചാ ഇവര് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, എൻ്റെ കയ്യിലുണ്ടോ ഒരു മുത്ത്. ചിത്രത്തിൽ ഒന്നൊന്നല്ല ഇഷ്ടം പോലെ മുത്തുകളുണ്ട്. നോക്കി 1 2 3 4 5
അങ്ങനെ ഇഷ്ടം പോലെ മുത്തുകൾ. ഇതാണ് ആ സ്ത്രീച്ച് കാണിച്ചത് കേട്ടോ. നോക്കിയേ എന്താ അവസ്ഥ അല്ലേ. ആ ഒരു കണ്ടെയ്നർ മുങ്ങിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണിത്. ഈ കടലിന്റെ അവസാനം വരെ, എത്രത്തോളം അവസാനം എന്ന് പറഞ്ഞാൽ അത്രത്തോളം. ഇവിടെ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. അപ്പോൾ ആ വള്ളം രണ്ട് ഭാഗത്തുനിന്ന് വന്ന് കയറണേ. ഓരോ തിരമാല അടിച്ചുമ്പോഴും ഇതുപോലത്തെ കാഴ്ചകളാണ് വരുന്നത്. ഇവിടെ 1-2 മുത്തല്ല, ഇവരെ കൊണ്ടൊന്ന് പൊറുക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കഴിയില്ല. ഇഷ്ടം പോലെ മുത്തുകൾ ഇതിങ്ങനെ നിരന്ന് കിടക്കുക ഈ കടല് മൊത്തം. 1-2 ആയിരക്കണക്കിന് മുത്തുകളാണ്. ഒരു കണ്ടെയ്നർ വീണാൽ ഇങ്ങനെ ആവുമോ? എന്താണ് അതിൽ സത്യത്തിൽ ഉണ്ടായിരിക്കുന്നത്? 1, 2, 3 ആയിരക്കണക്കിന് മുത്തുകൾ ഇതാ ഈ കടലിന്റെ അങ്ങ് തല വരെ ആൾ പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊറുക്കാൻ കിട്ടൂല ഈ സാധനം. എന്നിട്ട് ചെയ്യണം എന്താ വെച്ചാൽ മണലൊക്കെ തരിച്ചിട്ട് ചെല്ലറുണ്ടല്ലോ, അത് ഇവർ കടലിക്ക് കൊടുന്നിക്കാണ്. എന്നിട്ട് അത് ഇവിടെ കൊടുത്തിട്ട് അതിന് മണലിട്ടിട്ട് തരിച്ചിട്ട് ആ ഒരു മുത്തുണ്ടല്ലോ അത് ഇവർ ശേഖരിച്ചിട്ട് ഇവർ കൊണ്ടുപോവാണ്. ഇത് മൊത്തം ഇവരോട് പൊറുക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. പക്ഷേ എത്രത്തോളം ഇതൊന്നും പോസിബിൾ അല്ല കേട്ടോ. 1-2 ഈ തല മുതൽ ആ തല വരെ മുത്താണ്. എങ്ങനെ പൊറുക്കും? ഒരു ഐഡിയ ഇല്ല. എന്താ അവസ്ഥ അല്ലേ. നമ്മളൊക്കെ വീടുകളിൽ വാങ്ങുന്ന മീനുണ്ടല്ലോ, ഇതിനുള്ളിലുണ്ടോന്ന് ആരും ഉണ്ടോ? ഈ ഒരു കടലിലേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ണിമ്പിങ്ങാണ്ട് പൊറുക്കിയെടുക്കാൻ കഴിയും. എൻ്റെ കൈ നോക്കി, ഇതാട്ടോ എൻ്റെ കയ്യിലില്ല, ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കി. ആ ചേച്ചി സത്യത്തിൽ പറയാൻ വേണ്ടി ആദ്യം മടിച്ചിട്ടോ, അത് പുറത്ത് വിട്ടിട്ടില്ലാന്ന് പറഞ്ഞു. ഈ ഭാഗത്ത് കിടക്കുന്ന മുത്തുകളൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് കണ്ടോ ഇവർ പൊറുക്കിക്കൊണ്ട് നിൽക്കണം. പക്ഷെ ഇവർക്ക് കഴിയണം. മുകളിൽ കാണുന്ന മുത്തുകൾ മാത്രമേ എടുക്കണുള്ളൂ. ഈ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടം പോലെ മുത്തുകളാണ്. ഇവിടെ കാണുന്ന ഈ പെണ്ണുകളൊക്കെ ചെയ്യണത് ഈ കാണുന്ന മുത്ത് പൊറുക്കുക കേട്ടോ. പഞ്ചായത്തിൽ നിന്ന് കുടുംബശ്രീന്റെ രീതിയിൽ പണിക്ക് വരുന്ന ആളുകളാണ്. ഇവർക്ക് എല്ലാവർക്കും പണിതേ മുത്ത് പൊറുക്കുന്ന ഒരു പണിയാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ പുറത്തിട്ടിട്ടില്ല. ഇത് എന്താ സംഭവം ഇല്ലേ? പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഇത് ഒഴിക്കുകയാണ് എല്ലാ പ്ലാസ്റ്റിക് വസ്തുക്കളും ഉണ്ടാക്കുന്നത്. കാണപ്പെട്ടിട്ട് എത്ര ദിവസം ഉണ്ടോ? ഇതിനൊരു മാറ്റമൊന്നുമില്ല. എന്ന് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരിക്കൽ എങ്ങനെയാ വെച്ചാൽ ഇതെല്ലാതും ഓരോ ഗ്രൂപ്പായിട്ട് ഇവിടെ കളക്ട് ചെയ്തതിന് ശേഷം ഇത് വെള്ളത്തിലിട്ടിട്ട് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ആ പ്ലാസ്റ്റിക്കിൻ്റെ മുത്ത് മാത്രം എടുത്തത് തൂക്കത്തിനനുസരിച്ച് ഇവർക്ക് പൈസ ഇട്ടോ. പിന്നെ എത്രത്തോളം ഓരോ ഗ്രൂപ്പായിട്ട് എത്ര കിലോനാണ് അതിനനുസരിച്ച് ഇവർക്ക് പേയ്മെൻറ്റ് കിട്ടുക. കിട്ടുമ്പോൾ ഒരു ഗ്രൂപ്പിന് മൊത്തം ഒന്നിച്ചാൽ കിട്ടുക. ചില ഗ്രൂപ്പിൽ ചില പെണ്ണുങ്ങൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിന് പേയ്മെൻറ്റ് കുറയും. ചില ഗ്രൂപ്പിൽ നന്നായി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി തൂക്കം കൂടും. ഇവർക്ക് ഈ വർക്ക് കൊടുക്കുന്ന ഇവിടുത്തെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ആട്ടോ. ഇവർക്ക് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് ഓരോ കടപ്പുറം ഇവർക്ക് മാറി ഇവരെ കൊടുന്ന് ഇടുകയാണ്. അവിടെ ഈ ഭാഗത്തുണ്ടല്ലോ അത്രയ്ക്ക് അങ്ങോട്ട് കടലിൽ കയറി വന്നിട്ടില്ല കേട്ടോ. ചില സമയത്ത് കയറി വരുന്നുണ്ടേ. ആസാം അല്ല, ജാർഖണ്ഡ് അല്ല, ബീഹാർ, ജാർഖണ്ഡ് മുനിസിപ്പാലിറ്റിയെ. ഒരു പറയുന്നത് എന്താ വെച്ചാൽ ഈ സാധനം കണ്ടോ, ഈ സാധനം ആ ഷിപ്പ് മറിഞ്ഞതിന് ശേഷം ഇത് കണ്ടമാനം വന്നിക്കണു പുറത്തേക്ക്. ഇതിന് ഇവർ തൂക്കി വെക്കും. അപ്പോൾ അങ്ങനെ ഇവർക്ക് പൈസ ഉണ്ടാകും. അപ്പോൾ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ പോയിങ്ങാണ്ട് അതെല്ലാതും അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ കൊടുന്നിട്ട് തരിച്ചു. വർക്കല കടപ്പുറത്ത് വന്നപ്പോൾ കാര്യമായിട്ട് കണ്ട കാഴ്ച എന്താ വെച്ചാലേ ഇതന്നെ കേട്ടോ. എല്ലാവരും ഇവിടെ ഏകദേശം ആളുകളൊക്കെ ചെയ്യണ കാര്യം എന്താ വെച്ചാൽ ഈ മുത്ത് പൊറുക്കുക. മുത്ത് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് എന്ന് അവർ പറയണത് എന്താ അറിയില്ല. ഒരു കണ്ടെയ്നർ ഊണിന് ശേഷമുള്ള സംഭവമാണത്. അപ്പോൾ ഈ മുത്ത് പൊറുക്കിയെടുക്കണത് എല്ലാവരും ചെയ്യണത്. കുറേ അധികം ആളുകൾ ഈ കടപ്പുറത്ത് സത്യത്തിൽ പുറത്തുനിന്ന് ആരുമില്ല. ബാക്കൊക്കെ എല്ലാവരും മുത്ത് പൊറുക്കാനായിട്ട് അടക്കം. ഇത് നമുക്ക് ഒന്ന് കുമ്പിട്ട ആയിരങ്ങൾ കിട്ടും. ഇതുപോലത്തെ കുറേ അധികം മുത്തുകളെ ഈ കടലിൻ്റെ ആ തല വരെ നീണ്ട് കിടക്കുക. ഇവരെ കൊണ്ടൊന്നും പൊറുക്കിയത് തീരും തോന്നുന്നില്ല. ഒന്നായിട്ട് വെള്ളം അടിച്ച് കയറിയിട്ട് ഷൂ ഒക്കെ ആകെ നനഞ്ഞു. ഇതുപോലത്തെ മരങ്ങൾ വന്ന് അടിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മളവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വന്ന് നമ്മൾ കാലും അടിച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. എന്താ എൻ്റെ അവസ്ഥ നോക്കിയാൽ കാലൊക്കെ ആകെ നനഞ്ഞിട്ടോ. എന്തായാലും ഇവിടുന്ന് ചാടി അപ്പുറത്ത് പോയി അവിടെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഇതാട്ടോ കടലിൻ്റെ അവസ്ഥ. ചില സമയത്ത് ആൾ ഓക്കെയാണ്, ചില സമയത്ത് ഇപ്പോൾ ഒന്നായിട്ട് വരികയാണ്. ഈ ഭാഗത്തൊക്കെ ഡേഞ്ചർ ഏരിയ കേട്ടോ. 1-2 ഇഷ്ടം പോലെ ഇതേമാതിരി മുത്താണ്. ഒരു മുത്ത് എന്ന് പറയണ്ട എന്തോ സംഭവം ഐഡിയ ഇല്ല. ഇഷ്ടം പോലെ ഇങ്ങോട്ട് നോക്കിയേ, ഇതൊക്കെ അതേ സാധനങ്ങളാണ് കേട്ടോ. ഒരു ഷിപ്പ് മുങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ആ കണ്ടെയ്നർ ഒന്ന് മുങ്ങിയാലോ അതിൻ്റെ ഭാഗമായിട്ട് അത്ര ഇത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ 1-2 ഈ ഒരു തല മുതൽ ആ തല വരെ സെയിം. എന്തായാലും മൊത്തം ചളിയാണേ. ഇനി എന്തായാലും കുളിച്ചിട്ടുള്ള പോകാൻ പറ്റുക. നമ്മൾ കുറേ ദൂരം നടന്നിട്ടോ. ഈ ഭാഗത്തൊന്നും ഒരാളും ഇല്ല. ആളില്ലാത്തൊരു ഭാഗത്തേക്ക് എത്തിയിട്ടോ. കുറേ സമയത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കടലിൻ്റെ മാക്സിമം ഭാഗം നമ്മൾ കവർ ചെയ്തുകൊണ്ട് കേട്ടോ. പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. ഇതാണ് പറയപ്പെട്ട മുത്ത്. ഇവിടെ ആളുകളും അതുപോലെ തന്നെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടിയാണ്ട് കുറേ അധികം ആളുകൾ കൂടിയാണ്ട് ഇത് കളക്ട് ചെയ്യാണ്. പ്രകൃതിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങളുണ്ടല്ലോ മാക്സിമം ഇവിടെ എടുത്ത് കൊണ്ടുപോകാം കേട്ടോ. എന്തായാലും നമുക്കിതിൻ്റെ ആവശ്യമില്ലാതെ ഒഴിവാക്കാം. കുറച്ച് മുന്നിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ഇത് നോക്കിയേ, അടിപൊളി കാഴ്ചയല്ലേ. ഇത് സത്യത്തിലൊരു ബോട്ടായിരുന്നു കേട്ടോ. ആ ബോട്ട് ഇവിടെ നിർത്തി ദ്രവിച്ച് ഈ കോലത്തിലായി. ഇതിനൊരു പേരുമുണ്ട്, അമ്മ. ഇതിൻ്റെ ബാക്കി ഭാഗം ഇതേ കുറച്ച് ഭാഗം അപ്പുറം കാണാണ്ട്
കുറച്ച് ഭാഗം അപ്പുറമുണ്ട്. എങ്ങനെ വന്നു എന്നറിയില്ല. ചിലപ്പോൾ തോന്നുന്നത് വെച്ചിട്ട് തായ് ഭാഗങ്ങൾ മണ്ണിൽ പോയിട്ടുണ്ടാവും. അമ്മാറൊരു വോട്ട്, ആ വോട്ടിൻ്റെ മുന്നിൽ അപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ സങ്കടം ഉണ്ട്. ഇത് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണക്കാരത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇത് പണിയെടുക്കാൻ ക്യാഷ് ഇല്ലാതെ അങ്ങനെ കടന്ന് പോയതായിരിക്കും തോന്നുന്നു. ഈ ഭാഗത്തൊന്നും ഒരാളും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കടൽ കണ്ടില്ലേ, ഭയങ്കര അലമ്പാണ്. അതുകൊണ്ടായിരിക്കും. ഒരു 1.5 മണിക്കൂറോളം നടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. ഈ ഭാഗത്ത് നോക്കിയേ, വലിയ കല്ലുകളാട്ടോ ഇത് ഇവിടെ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഇടാൻ കാരണം എന്താ വെച്ചാൽ ആ ഭാഗത്തു നിന്ന് ശക്തമായ തിരമാലകൾ വന്നിട്ട് ആ ഭാഗത്തേക്ക് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഭാഗങ്ങളിലൊക്കെ കല്ലിടുന്ന കാരണം. ഇതിന്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാലേ, ഇതിൽ വന്നിരിക്കുന്ന കല്ലുകളെ വലിപ്പം നോക്കിയേ. ഇവിടെ നിന്ന് സേഫ് അല്ല കേട്ടോ. ഏത് നിമിഷം ഒന്നായിട്ട് വെള്ളം വരാം. ഈ ഭാഗത്തൊരു കല്ലിന്റെ വലിപ്പം നോക്കാം, ഉണ്ടോ എത്രത്തോളം വലിയ ഒറ്റൊരു കല്ലിന്റെ വലിപ്പമാണ്. അതെങ്ങനെ ഇവിടെ എത്തിച്ച ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഈ ഭാഗത്തൊന്നും സത്യത്തിൽ ആരും ഇല്ല കേട്ടോ. അഡ്വഞ്ചർ ആയതുകൊണ്ട് എന്താ അറിയില്ല. എൻ്റെ ബാക്ക് കണ്ടില്ലേ, സംഭവം അലമ്പ ഇങ്ങോട്ട് കേട്ടോ കടല്. ആ തലക്കൊക്കെ ആയിട്ട് റിസോർട്ട് ആളുണ്ട് കേട്ടോ. അവിടെ ഒരു വീടൊക്കെ കാണാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് പോയേക്കാം. ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലേ ഒരു ചെറിയ വീട് കാണുന്നുണ്ട്. അവിടെ പോയിട്ടുണ്ടല്ലോ, നമുക്ക് ഉച്ചക്ക് ഭക്ഷണം തരും. ഉച്ചക്ക് വെറൈറ്റി ആവുമല്ലോ. പോയേക്കാം കേട്ടോ. ഇവിടെ എങ്ങനെ വെച്ചാലേ ഇടക്കിടക്ക് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടക്ക് പെയ്യും, പിന്നെ നിൽക്കും, പിന്നെയും പെയ്യും, പിന്നെയും നിൽക്കും. എന്തായാലും അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ ടൂറിസ്റ്റേ ഒന്നും പുറത്തേക്ക് ഇറങ്ങാത്തത്. എന്താ അറിയില്ല. ഇപ്പോൾ മഴയത്താണ് നടന്നുകൊണ്ട് നിൽക്കുന്നത്. കൂടുതലും മഴ പെയ്യാണെന്നുണ്ടെങ്കിലേ എൻ്റെ അടുത്ത് കോട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ എടുക്കേണ്ടി വരും. ഇവിടെ കണ്ടൊരു കാഴ്ച നോക്കിയേ, ഒരു കറുവത്ത് കേട്ടോ. നല്ല കറുവത്താണ്. അത് പൊട്ടിച്ച് നോക്കാം. ഇത് പൊട്ടണില്ല കേട്ടോ. ഇത് സത്യത്തിൽ ഇത് പ്ലാസ്റ്റിക്കാണ്. അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇത് ഈ കാണുന്ന കുറേ ഉണ്ടല്ലോ, ഇത് കൊണ്ടുപോയിട്ട് കത്തിച്ച് നോക്കണം. കണ്ടാൽ നല്ല രസമുള്ള സാധനം കേട്ടോ. വേണ്ട, ആ ഭാഗത്ത് ഒരു നായും അതുപോലെ 4-5 നായ്ക്കുട്ടികളും ഉണ്ടോ. ഞാൻ കണ്ടപ്പോൾ നല്ല കുര വരച്ചു. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതവിടെ ഇരുന്നു കേട്ടോ. ഈ ഭാഗത്ത് ഒരാൾ പോലും ഇല്ല കേട്ടോ. 1-2 നായ്ക്കളുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, കുറേ അധികം കല്ലുകൾ കൊടുത്തിട്ടുണ്ട്. പറയപ്പെട്ട മുത്തിനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ കടൽ മൊത്തമായിട്ട് അതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല കാണാനൊന്ന്. ഇവിടെ വെയിൽ വന്ന് തുടങ്ങിട്ടോ. ഏകദേശം 4-5 കിലോമീറ്ററോളം നടന്നിട്ടോ. ആ ഭാഗത്ത് മഴയാണെങ്കിൽ ഈ ഭാഗത്ത് വെയിലാട്ടോ. നമ്മൾ മുന്നിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഈ കാണുന്ന ഭാഗങ്ങൾ കണ്ടില്ല, ഒക്കെ ഇടിഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ സമയത്ത് അവിടെ നിന്ന് നടന്നു പോകുന്നതുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴൊന്നും ആരും ഇല്ല കേട്ടോ. ഈ ഭാഗത്ത് വീടുകളും കാണാമല്ലോ കേട്ടോ. ആ കോട കെട്ടിയതേ ഫീലായതുകൊണ്ട് എന്താ അറിയില്ല, ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ മറക്കുകയാണ് കേട്ടോ. സത്യത്തിൽ വർക്കല എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ബീച്ചാട്ടോ. നല്ല ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം അടിച്ച് പൊളിച്ച് പോകാൻ ഒരു അടിപൊളി സ്ഥലമാണ്. അങ്ങാടിപ്പുറത്ത് നിന്ന് വെറും 115 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ വർക്കലെത്താം. വർക്കലിൽ നിന്ന് നേരെ തിരിച്ചും 115 റുപ്യ അങ്ങാടിപ്പുറത്തേക്ക്. ആകെ വരുന്ന എത്രയാണ്? 115 + 115 വെറും 230 റുപ്യ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആണ് കയറിയത് 100-200 ഒരു 500 റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി ഒരു കാഴ്ച കണ്ട് വരിക കേട്ടോ. അതിൻ്റെ ഇടയിൽ റൂംസ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് 3000-നുണ്ട്, 1800-നുണ്ട്, 3500-നുണ്ട്. പക്കയാണ്. ഈ 3500-നൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒരു എൻജോയ്മെൻ്റ് ആയി. എന്താ വെച്ചാൽ കളിക്കാനുള്ളത്, കുളിച്ചാലത് എല്ലാ സൗകര്യവും ഉണ്ട്. പൂള് വരെ വെറും 3500 അവർ കൊടുക്കണേ. ഈ ഭാഗത്ത് സീസൺ അല്ലാത്തതുകൊണ്ടേ മാക്സിമം റിസോർട്ടുകളൊക്കെ മാക്സിമം റേറ്റ് ചീപ്പ് റേറ്റിനാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണേ. അങ്ങനെ ഒരു റിസോർട്ടാണ് രാവിലെ കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് നടന്ന് അവിടെ നിന്നിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ പോന്ന് ഇവിടെ എത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. നോക്കിയേ, ആ കാഴ്ച ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ബോട്ട് ഇതാ ആരുമില്ലാതെ കിടക്കുക കേട്ടോ. ഇതാണ് അവസ്ഥ. ഇത് നിറച്ച് വെള്ളം കേട്ടോ. നോക്കിയേ, ഇതിൻ്റെ കയറിൻ്റെ വണ്ണം നോക്കിയേ, എന്തിനു വലിപ്പമാണ് നോക്കിയേ. ഇതിലൊക്കെ നിറച്ച് വെള്ളം കെട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും ആർക്കും വേണ്ടേ. എന്താ സംഭവം എന്നാവും കേട്ടോ. അപ്പോൾ ഈ വെള്ളം കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇതിന് ലീക്കൊന്നുമില്ല അല്ലേ. ഈ ഭാഗത്ത് കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി കാഴ്ചയായിരുന്നു തോന്നുന്നത്. ഇത് കുറേ കാലമായിട്ട് ഇവിടുന്ന് എടുക്കാത്തതാണോ സംശയം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലല്ലേ ഇഞ്ചൻ വെക്കുക, ആ ഭാഗം ഓളും ഓപ്പണായി കിടക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് പണിയെടുത്ത് സെറ്റാക്കാവുന്നതിനേ ഉള്ളൂ കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫുള്ള് തെങ്ങും തോട്ടങ്ങളാണ്. ഈ തെങ്ങും തോട്ടങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കണ തെങ്ങ്, അതുപോലെ തേങ്ങ കേട്ടോ. ഇവിടെ ഓക്കെ ഇപ്പം തന്നെ അച്ചിങ്ങൊക്കെ ഉണ്ട് തന്നെ ഈ ഭാഗത്ത്. ചെറിയൊരു തെങ്ങ് ക്യൂട്ട്, അതുപോലെ തന്നെ വലുത്. ഈ ഭാഗങ്ങളൊക്കെ വലിയതാട്ടോ. ഇവിടെ കണ്ട ഒരു വീട്, ഈ വീടാണ് അവിടുന്ന് കണ്ടത്. ഈ വീട്ടിൽ സത്യത്തിൽ ആരുമില്ല കേട്ടോ, കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ കടൽ ഒന്നായിട്ട് വരുമോ എന്നൊരു പേടി കൊണ്ടായിരിക്കും ഇതിലുള്ള ആളുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വല്ല ചെല്ലുമ്പോൾ അവസ്ഥ പേടിയാണ് സത്യത്തിൽ. ദയനീയാവസ്ഥ കേട്ടോ ഇവിടെ കാണുമ്പോൾ തന്നെ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പേടിയാവണം കേട്ടോ കാഴ്ച. ഇതൊക്കെ ഏത് നിമിഷമാണ് ഒന്നായിട്ട് പൊളിഞ്ഞാടാം. ഒരു ബാഡ് സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ആരൊക്കെ പോയി മൂത്രം ഒഴിക്കുക, എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്ന് നോക്കാം നമുക്ക് എങ്ങോട്ടാ പോകാമെന്നില്ലേ. ആ ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോഴേ വാർപ്പിൻ്റെ വീടുകളുണ്ട്. ഈ ഭാഗത്ത്
പൊളിഞ്ഞാടാനായ ഒരു വീടാട്ടോ. ഇവിടെ ആരൊക്കെ താമസിച്ചിരുന്നു തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് എല്ലാവരും മാറിയിട്ടുണ്ട്. ഈ റോഡ് ഇങ്ങനെ പോകുന്നത് അവിടെ കുറേ വീടുകളുണ്ടോ കേട്ടോ. പക്ഷെ അവിടെ ഒന്നും ആളുകളില്ല കേട്ടോ. അതിലൊന്നും ആളുകളെ കാണാനില്ല. കടലിതേ അങ്ങ് ദൂരെ കിടക്കുകയാണ്. അവിടുന്ന് ഇതേ കുറച്ച് വീടുകളൊക്കെ എല്ലാ ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ കാണുന്നൊരു കാഴ്ചട്ട് ഈ കാണുന്നത്. 2 മണിക്കൂറായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് നടന്നു പോകുന്നപ്പോൾ കുറേ അധികം നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ വർക്കല ബീച്ചിലല്ല കാണാനുള്ളത്. ബീച്ചിൽ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നടക്കുക. 3 കിലോമീറ്റർ മാക്സിമം മുന്നോട്ട്. അങ്ങനെ നടക്കുമ്പോൾ ആരും ഇല്ലാത്ത കുറച്ച് സ്ഥലങ്ങളിലെത്തും. പ്രകൃതിയുടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഓരോ ഭാഗങ്ങളും. നോക്കി സത്യത്തിൽ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. എന്താണേ ഇവിടുത്തെ തെങ്ങുകൾക്കൊക്കെ കണ്ടോ വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്ത് കണ്ടില്ലേ ഒരു വീടോ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഗവൺമെൻറ് സ്ഥലമാണത് പ്രൈവറ്റ് സ്ഥലമാണെന്ന് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇലക്ട്രിക്കിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നോക്കി നിരയായിട്ട് ലൈനാളുണ്ട് കേട്ടോ. ഈ ഭാഗത്തുണ്ടല്ലേ ഒരു വെള്ള പൈപ്പ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ കുടിവെള്ളം ആദ്യം സപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഈ ഭാഗത്തൊക്കെ ആദ്യം ജനങ്ങൾ താമസിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവർ ഇവിടുന്ന് പോകാൻ കാരണം എന്താ വെച്ചാൽ കടലിൻ്റെ ശക്തമായ വരവിൽ ഓരോ ദിവസങ്ങളും കൂടി കടലിങ്ങനെ കരനെടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും ഇവരൊക്കെ പുറകോട്ട് പോയി ചെയ്യുക. പറയാൻ കാരണം എന്താ വെച്ചാൽ ആ കാണുന്ന വീടുകളുണ്ടല്ലോ അതിലൊന്നും ആളുകളില്ല. ഇതിനൊക്കെ മാറി മാറി ആ തലക്കൊക്കെ എത്തിക്കണം. പക്ഷെ ഇവിടെ നല്ല കാഴ്ചയായിട്ടോ കാണാൻ. ഒരാൾ പോലും ഇല്ല. 1.5 മണിക്കൂറോളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം 10 മണിക്ക് നടന്നിപ്പോൾ 12 മണിയായിട്ടോ. ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല. അതാണ് രസം. ഫുള്ള് ഇവിടെ നിന്നൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഒഴിഞ്ഞു പോയി. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ വെയിലുണ്ട്. ആ ഭാഗത്ത് നല്ല മഴയാണേ. എന്താ അറിയില്ല. ഇവിടെ അതുപോലെ തന്നെ കുറേ കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരു ബോട്ടായിരിക്കും ഈ നിൽക്കുന്നത്. അതിൻ്റെ ഉൾഭാഗമാണത്. ആകെ നശിച്ചു പോയിട്ടുണ്ട്. ഈ ഭാഗം മാത്രം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബോട്ട് ഇത് തിരിഞ്ഞ് കിടക്കുകയാണ്. ഈ ബോട്ടുണ്ടല്ലോ മൊത്തമായിട്ട് മണ്ണ് കയറി പോയിട്ടുണ്ട് കേട്ടോ. ആരോ ചെരുപ്പൊക്കെ ഇവിടെ ഊരിട്ട് എങ്ങോട്ടോ പോയിക്കും. ഇവിടെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടാണ് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഒരു പുതുമ ഉണ്ട് കേട്ടോ കാണാൻ. ഇതെല്ലാതും ഉണ്ടല്ലോ കയറിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. ആ ഭാഗത്ത് നോക്കിയാൽ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ നല്ലൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഭാഗം മൊത്തം മണലാണല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു പൂവ്. ആള് മഴയൊക്കെ കൊണ്ട് അങ്ങനെ കടക്കുക കേട്ടോ. ഇവിടെ വേറൊരാളും ഇയാൾക്ക് തുണക്കില്ല കേട്ടോ. ആ ഒരൊറ്റ പൂ മാത്രമേ കേട്ടോ. വേറൊരു പൂ പോലും ഇല്ല അവിടെ. കാലാവസ്ഥ പെട്ടെന്ന് മാറി. പിന്നെ കുറേ നടന്ന് ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. കുറച്ച് ബോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ആളുകളുണ്ട്. കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷം 2 ആളെ കണ്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ ബോട്ടുണ്ട്, പരിപാടി ഉണ്ടെന്ന് പോയേക്കാം. ഇവിടെ കണ്ടില്ലേ വേറൊരു കാഴ്ച. ഇതെന്താ മനസ്സിലായോ? ഈ ബോട്ടുകളൊക്കെ അറക്കുന്നതും കയറ്റുന്നതും ട്രാക്ടറാട്ടോ. ട്രാക്ടർ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ കാണാനല്ല. അപ്പോൾ അതിൻ്റെ ടയറിൻ്റെ പാടാട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൂരത്തേക്ക് പോയേക്കാം. അവിടെ കുറച്ച് ആളുകൾ എന്തോ ഒരു പണിയിലാണ്. നമുക്ക് പോയേക്കാം. ഈ ഭാഗത്ത് നിറച്ച് പരുന്താളാട്ടോ. മഴ പെയ്ത് തുടങ്ങി. എന്തായാലും കുട ഒന്ന് ചൂടട്ടെ. ഈ കാണുന്ന ആളുകളുണ്ടല്ലോ ഇതെല്ലാം അവിടെ ആളുകളെ കേട്ടോ. ഇവരോടൊക്കെ നമുക്കിത് ചോദിച്ച് മനസ്സിലാക്കാം എന്താ പരിപാടി എന്താ കാര്യങ്ങളെന്നൊക്കെ. ഈ ഒരു പെട്രോൾ കൊണ്ട് കട പോയി വരാൻ പറ്റുമോ? കരയത്ത് കൂടെ തന്നെ പോവാ? ഇനി എപ്പോഴാ പോവാ? രാത്രിയോ? ഇപ്പൊ കടല് കുറച്ച് പ്രശ്നക്കാരനായിക്കോളൂ അല്ലേ? എത്ര ദിവസം ഇപ്പൊ തുടങ്ങിയിട്ട്? ആ കർക്കിടക 24-ാം തീയതി കർക്കിടകം 1 തുടങ്ങിയല്ലേ? അപ്പൊ അതുവരെ പോക്ക് നടക്കൂല. പോയാലും അഡ്വഞ്ചർ ആണല്ലേ? പേടിയാണല്ലേ? നിങ്ങളെ പേരെന്താ? അബ്ദുള്ള. വീട് ഇവിടെ തന്നെ? എൻ്റെത് മലപ്പുറം. എൻ്റെ പേര് മുഹമ്മദ് ജഷീർ. എത്ര തോണി പോവും? 4 പോവും ഒരു ദിവസം. അതിൽ എത്ര ആളുണ്ടാവും? 4 ആള്. 2 ദിവസം ആൾക്കാരുള്ളല്ലേ പേര്? 3 ആളുണ്ടാവും. ഇത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വെള്ളം കയറിയത് തുടച്ചെടുക്കാനല്ലേ? സ്പോഞ്ച് വെച്ചാണ്ട്. ഇത് ടാർപ്പായിട്ട് നടക്കൂല? അങ്ങനെ ഉണ്ട്. ഓക്കെ. ഇതിനിപ്പോ എത്ര വായക്കുണ്ടാവും? ഈ ബോട്ടിനിപ്പോ ഏകദേശം എത്ര വായക്കുണ്ടാവും? 2 കൊല്ലം അല്ലേ? ഇത് നിങ്ങളെങ്ങനെ ഇതിനെടുക്കല, ലീസിനെടുക്കല, അല്ലാതെ സ്വന്തമായിട്ട് വാങ്ങണേ? സ്വന്തമായിട്ട് വാങ്ങൂലേ? പിന്നീട് അടവ് എന്തെങ്കിലും ഉണ്ടോ? അല്ലാതെ എങ്ങനെ? നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി കിട്ടൂലേ എന്തായാലും വാങ്ങുമ്പോൾ? ഏകദേശം ഒരു ബോട്ട് എത്ര വർഷം കൊണ്ടുനടക്കാം നമുക്ക്? ഇപ്പം അവിടെ കുറേ ബോട്ടുകൾ ഉപയോഗിക്കാൻ നടക്കുന്നുണ്ടല്ലോ ആ മൂലക്കൊക്കെ വേണം. ഒന്ന് മഴ വരും പിന്നെയും പോവും. തെക്കൻ കേരളം എങ്ങനെയാണോ ഇത് ക്യാപിറ്റലാണല്ലേ? അങ്ങനെ ഈ ഭാഗത്ത് കണ്ടില്ലേ കുറേ അധികം കാക്കകളും അതുപോലെ തന്നെ പരുന്താളും. ഇവിടെയൊക്കെ ആളുകൾ കണ്ടില്ല വല കെട്ടി ഒക്കെ ക്ലിയർ ആക്കുകയാണ്. അതുപോലെ തന്നെ അതെ പല ബോട്ടിനും പല നമ്പറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കണ്ടമാനം പരുന്താളും കാക്കകളും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ മീൻ ഉണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കും. നമ്മൾ കുറച്ച് മുന്നേ ഒരു കാര്യം പറയല്ലേ, ട്രാക്ടർ ഉണ്ട്. അതാട്ടെ ഈ കാണുന്നത്.
നമ്മുടെ നാട്ടിൽ കാണുന്ന ട്രാക്ടറല്ല കേട്ടോ, ഒരു വെറൈറ്റി ട്രാക്ടർ. ഈ ഒരു ട്രാക്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ മുൻഭാഗത്ത് കണ്ടോ, ഇത് ടയറാണ്. അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്തും ടയറാണ്. അതുപോലെ തന്നെ ഇവിടെയും ടയറാണ് വരല്. ഈ ഭാഗം വെച്ചിട്ടാണ് തള്ള വണ്ടീൻ്റെ മുന്നേക്ക് കണ്ടോ. ഈ ഭാഗത്ത് വെച്ച് ഒരു ഭാഗം ഈ സൈഡ് തട്ടും, മറ്റൊരു ഭാഗം ഈ സൈഡിലും തട്ടും, ഈ ഭാഗം തട്ടും. അങ്ങനെ ഇതിനെ പിടിച്ച് വലിച്ചാണ്ട് ഇങ്ങനെ കൊണ്ടും, എന്നിട്ട് നേരെ ആയിക്കോട്ടും തള്ളും. അതേമാതിരി തിരിച്ച് പോരുമ്പോഴും അതിൻ്റെ ബാക്ക് ഭാഗം കാണിച്ചാൽ ബാക്കിൽ വലിയൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സാധനം കണ്ട് ഈ ഒരു ഈ കയറിട്ടിട്ട് ഈ ഒരു ഒക്കിട്ടിട്ട് അത് വലിച്ചു. ഇതിന് ടയർ ഉണ്ടല്ലോ, അല്ല ഗ്രിപ്പില്ലതാക്കണം. അപ്പോൾ പെട്ടെന്ന് വലിഞ്ഞ് കയറും. കുറച്ച് ലോങ് നിന്നിട്ട് ഈ മോട്ടർ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇതെടുത്ത് വലിച്ചുകാണ്ട് എന്ത് ചെയ്യും, കരയത്ത് കൊടുക്കും. നിങ്ങളൊക്കെ ഇവിടെ എന്താ ഭക്ഷണം കഴിച്ചോ, ഫുഡ് കഴിച്ചോ? യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ വേണം. ജാസ് സ്റ്റുഡിയോ പ്ലസ്. ഓക്കെ. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കുട്ടികൾ വന്നിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടോ വെച്ചാണ്ട് വന്നിട്ടോ. അപ്പോൾ ഉണ്ട് നടപ്പോൾ ഒരു വണ്ടി പോയി ഫോൺ കെട്ടാറ് കൊടു നിൽക്കുകയാണ്. അപ്പോൾ നോക്കിയേ, നിങ്ങളൊക്കെ എത്ര ക്ലാസ്സിലാണ്? 7 8 എത്തിയത്. എൻ്റെ സ്കൂളിൻ്റെ പേരെന്താ? വർക്കല. ഏതാണ്? അതിൽ എത്ര കുട്ടികളുണ്ടാവും ഏകദേശം? 8 ABC ഒക്കെ ഉണ്ടോ? +2 ഒക്കെ ഉണ്ട്. 10 വർഷം കുഴപ്പമില്ല. 5 വെട്ടൂര് പറഞ്ഞാൽ ഇവിടുന്ന് 6 കിലോമീറ്റർ അല്ലേ? എത്ര 4 കിലോമീറ്റർ? എന്താ അങ്ങനെ? തൊട്ടടുത്ത് 2 സ്കൂൾ വരും. ഇവന്റെ സ്കൂൾ വരുന്ന വർക്കല, എൻ്റെ സ്കൂൾ വരുന്ന വെട്ടൂര്. എന്റെ ഉമ്മയുടെ അനിയത്തിക്ക് മോനാണ്. എന്ത്? എന്റെ ഉമ്മയുടെ അഞ്ചത്തിയുടെ മോനാണ്. ഓക്കെ, ഓൻ്റെ ഉമ്മയുടെ നേരെ അനിയത്തിൻ്റെ മോനാണെന്ന് പറഞ്ഞത്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൻ ഫോണായിട്ട് വന്നേക്കാട്ടോ. അപ്പോൾ എൻ്റെ പേരെന്താണ് പറഞ്ഞത്? മുഹമ്മദ് ഇബ്രാഹിം. അപ്പോൾ അടിച്ചോ ജാസ് സ്റ്റുഡിയോ പ്ലസ് അടിച്ചാൽ കേട്ടോ. ജാസ് സ്റ്റുഡിയോ അതിലുണ്ടോ നോക്കി, ജാസ് സ്റ്റുഡിയോ പ്ലസ്. അതാക്കണം ഈ ട്രാക്ടറിൻ്റെ വീഡിയോ തൊട്ടേ. ഓക്കെ. അങ്ങനെ പെട്ടെന്ന് കിട്ടിട്ടോ ജാസ് സ്റ്റുഡിയോ. ജാസ് അടിച്ചപ്പോൾ തന്നെ നമ്മളത് പോണ്ടി. അപ്പോൾ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അമർത്തിക്കോ, രണ്ടും കമ്മിയാക്കണ്ട. നിങ്ങളെ വീഡിയോസിൽ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. സെറ്റ് അല്ലേ? അപ്പം എന്തായാലും നമ്മൾ ചെക്കന്മാർ പോയി കേട്ടോ. ഒരിക്കൽ ചെറിയൊരു കാടുണ്ട്, ആ കടയിൽ നിന്ന് പോയേക്കാം. നിങ്ങളെ കട തന്നെയാണ്? അവിടെ ആരാ നിൽക്കണം? അപ്പോൾ ഉമ്മ. ഉമ്മാൻ്റെ പേരെന്താ? ഉപ്പ എടുക്ക് പോയി. അപ്പോൾ ഇപ്പൊ എടുക്ക് പന കണ്ടി. ഉപ്പാൻ്റെ പേരെന്താണ്? സൈഫുദ്ദീൻ. കയ്യിൽ പണിയിട്ടും. ഇതിൽ കമ്പി ഉണ്ടാവില്ലേ? ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അവിടെ വെള്ളം പോകുമ്പോ ഇത് വെള്ളം ഇങ്ങനെ വളർത്തിയിട്ട് ഇതപ്പുറത്തോളം കണ്ട ഇങ്ങനെ തള്ളി കൊടുക്കുമ്പോ അത് തെന്മല പോവും. ഓക്കെ. ആ സൈഡിൽ ടയർ കൊടുക്കാത്ത, ഈ സൈഡിൽ മാത്രം ടയർ അഴിഞ്ഞു പോതല്ലേ? പൊതുവെ 2 ടയറുകൾ കൊടുക്കലില്ലേ ഈ ഭാഗത്ത്? ഈ സൈഡിൽ അഴിഞ്ഞു പോയി. ഈ സൈഡിൽ ടയറാണ്. ഉമ്മാൻ്റെ പേര് കെബീന. അസ്സലാമലൈക്കും. എന്തൊക്കെയാ സുഖല്ലേ? അപ്പോൾ മോനെ കണ്ടപ്പോൾ ഇങ്ങനെ കയറിയതാണ്. ഉമ്മാൻ്റെ കടയാണല്ലേ അത്? എന്താ കഴിക്കാല്ലേ? പിന്നെ ചായ ഉണ്ടാക്കി വെച്ചുണ്ടോ? ചെയ്യും. ഇവിടെ എൻ്റെ മുട്ടായി ഏകദേശം വിരിക്കണത് കഴിയില്ലല്ലോ. വെള്ളം കുടിക്കുള്ളൂ, ഇവിടുന്ന് എടുക്കാൻ അയക്കൂല. കുറച്ചുകൂടി തന്നേ. എങ്ങനെ? ജ്യൂസായിട്ട് എടുക്കും. ആയിരുന്നോട്ടെ, പ്രശ്നമല്ല. എന്നാൽ ശരി, എന്നാൽ കാണാം കേട്ടോ. അസ്സലാമലൈക്കും. ഓക്കെ, അവിടെ നോട്ടെ. അപ്പോൾ ഇവർ രണ്ടാളുണ്ടല്ലോ, നമുക്ക് കുറേ നുറുക്കൊക്കെ തന്നു കേട്ടോ. അപ്പോൾ പോയേക്കാം. ടാറ്റ, കാണാട്ടോ. ശരി, അസ്സലാമലൈക്കും. എൻ്റെ പേര് ജഷീർ, മുഹമ്മദ് ജഷീർ. അപ്പോൾ ഗുഡ് ലക്ക്. അന്യ ദിവസം കാണാം കേട്ടോ. ആ കടയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് എന്ത് ചെയ്യും, നുറുക്കൊക്കെ തന്നു കേട്ടോ. പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പറ്റില്ലായിരുന്നു. ആ ഭാഗത്ത് നിന്ന് ഓരോ കടയിൽ നിന്ന് നുറുക്കൊക്കെ വാങ്ങി കുറച്ച് മുന്നോട്ട് നടന്നു കേട്ടോ. അവിടെ 2 കുട്ടികളുടെ അടിപൊളി കേട്ടോ, രക്ഷയില്ല. അപ്പോൾ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, അടിപൊളിയാണ്, രക്ഷയില്ല. അപ്പോൾ എന്തായാലും പോയോക്കെ അല്ലേ? നുറുക്ക് അടിപൊളി കേട്ടോ, തണുത്തിട്ടൊന്നുമില്ല, അടിപൊളിയാണ്, മുറുമുറുണ്ട്. ആ 2 കുട്ടികളുണ്ടല്ലോ, ഓരോ നമ്മളോട് പറഞ്ഞു ഇവിടെ ഒരു മല ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഒന്ന് പോയോക്കെ അല്ലേ, എന്താ അവസ്ഥ അറിയാലോ. ഇവിടെ കണ്ടില്ലേ വേറൊരു കാഴ്ച? 2 പേര് പോകുന്ന ചെറിയ ടൈപ്പിലുള്ള ബോട്ടാണത്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. കണ്ടില്ലേ, ഇങ്ങനെ കുറേ ഈ ഭാഗത്തുണ്ട്. കുട്ടികൾ പറഞ്ഞ ഈ മലൻ്റെ മുകൾക്കാണ്, നമുക്ക് നടന്നു നോക്കാം. ആ കാണുന്ന സ്ഥലത്ത് നിന്ന് നടന്നു പോകുന്നത് ഇവിടെ എത്തിട്ടോ. അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു പറഞ്ഞ മലയാണ് കേട്ടോ ഈ മല. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു മലയും കൂടി ഉണ്ട് പറഞ്ഞേ. ഈ ഭാഗത്തൊക്കെ കുറേ അധികം പൈക്കളെ കൊണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സത്യത്തിലുണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥ കേട്ടോ. ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്യും കേട്ടോ, പിന്നെ അതങ്ങോട്ട് പോകും, പിന്നെ വെയിൽ വരും.
പിന്നെ അതോട് പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവസ്ഥ, ആകെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥ. ഈ ഭാഗത്ത് വേറെ കാഴ്ച എന്താ വെച്ചാൽ ആ കാണുന്ന കറണ്ടിൻ്റെ കമ്പി ഉണ്ടല്ലോ, പോസ്റ്റും കാല് പല കാലുകളും, പക്ഷെ ഇതിലൊന്നും എന്തില്ല, കറണ്ടിൻ്റെ ലൈനില്ല. എന്താ സംഭവം എന്നറിയില്ല. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ വിജനമായി കിടക്കുകയാണ്, ഒരാളുമില്ല, ഒരു മനുഷ്യനില്ല, ഒന്നുമില്ല. ഒരു പന്ത് ആരോ കളിച്ചിട്ടിട്ടാന്ന് അറിയില്ല കേട്ടോ, ഇനിയിപ്പോൾ കടലിൽ നിന്ന് പോകുന്നതാണെന്ന് അറിയില്ല. എന്തായാലും ഇത് ഇവിടെ തന്നെ ഇട്ടേക്കും കേട്ടോ. ഇത് ആരാച്ചതിൻ്റെ ആളുകൾ തന്നെ എടുത്തോട്ടെ, നമുക്ക് വേണ്ട. കുട്ടികൾ കളിക്കുന്ന കുട്ടികൾ കളിക്കട്ടെ. എൻ്റെ കാലിൻ്റെ നടപ്പാത ഇതേ കാഴ്ചകൾ തന്നെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു പറഞ്ഞ മല എന്ന് പറഞ്ഞാൽ ഈ മലയായിരിക്കും. കുറേ സമയത്ത് നടന്നുകൊണ്ട് കേട്ടോ. ഇനി തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കുറേ അധികം തിരിഞ്ഞ് നടക്കണം. ഈ ഭാഗത്തിലെ ആൾക്കാർക്ക് വിറകിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് കണ്ടില്ലേ കണ്ടമാന വിറകുകളുണ്ട് കേട്ടോ. ഇതേപോലെ കുറേ കാഴ്ചകളുണ്ട്, കുറേ അധികം മരങ്ങളും ഒക്കെ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന മണലുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ആരും അത് കൊണ്ടുപോകണമെന്നില്ല, എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. ഈ ഭാഗത്തൊന്നും ഒരാൾ മനുഷ്യനില്ല കേട്ടോ. നേരത്തെ കണ്ട അതേ നല്ല കാഴ്ചകൾ തന്നെ കേട്ടോ പിന്നെയും വന്നുകൊണ്ടിരിക്കണേ. ആ ഭാഗത്തൊരു വ്യത്യസ്തമായ കാഴ്ചയില്ല, നോക്കി കാണാൻ നല്ല രസമുള്ള സ്ഥലമല്ല ആ ഭാഗം. നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് ഇതേ ഇവിടെയൊക്കെ നിറച്ചുണ്ട്. അതിൻ്റെ തൊട്ടടുത്തത് ഒരു സാധനം നല്ല രസമായില്ലേ, ഒരു വെറൈറ്റി ആയില്ലേ. ഈ ഭാഗത്ത് കാണുന്ന ഏകദേശം മണലാളൊക്കെ ഉണ്ടല്ലോ കടലെടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഏകദേശം ഭാഗങ്ങളൊക്കെ കടൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കല്ലിട്ടതുകൊണ്ട് കാരണം മാത്രം എടുത്തിട്ടില്ല. കുറച്ച് ഈ ഭാഗത്ത് അതുപോലെ പോയിട്ടില്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ആ കാണുന്ന കല്ലുണ്ടല്ലോ അതിട്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഓല് പറഞ്ഞു മല അറിയാം, നമ്മളിത് മല എന്ന് പറയില്ല കേട്ടോ, ഇത് ചെറിയൊരു കുന്നെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ കുന്നുമൊക്കൊന്ന് കയറി നോക്കാം എന്താ അവസ്ഥ എന്നില്ലേ. അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ട് വെക്കും, പിന്നെ അവസാനമല്ലല്ലോ കടലല്ലേ. ആ കുന്നുമ്മ കയറിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പോവാം. ഈ ഭാഗത്ത് ഫുള്ള് കാടാട്ടോ. ഇങ്ങനെ നടക്കുമ്പോൾ കണ്ട കാഴ്ച നോക്കി സത്യത്തിൽ പേടിയാവുന്നുണ്ട് കേട്ടോ. ഏരിയ കുറച്ച് മോശമാണ്, ആളില്ലാത്തൊരു ഏരിയ ആകുമ്പോൾ ജന്തുക്കൾ ഉണ്ടാകാൻ വഴിയുണ്ട്. ആ ഭാഗത്തെന്തോ ഉണ്ടല്ലോ, അത് പോയേക്കാം. വാവ്, ഈ ഭാഗത്ത് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച നോക്കിയേ. എന്തായാലും നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. ഇതുകൂടി നമുക്ക് എന്തില്ല, എൻട്രൻസ് ഇല്ല. ഈ ഭാഗത്തുനിന്ന് ഈ കാഴ്ച കാണുമ്പോഴേ എന്ത് ഭംഗിയാണ് അല്ലേ. നോക്കി നീണ്ട് കിടക്കണം ഇങ്ങനെ കടൽ. ഇവിടെ കാണൊരു കുന്നുണ്ട്, ആ കുന്നിൻ്റെ മുകളിൽ കയറി ഒന്നുകൂടി വ്യൂട്ട് പോയേക്കാം. സത്യത്തിൽ ഇങ്ങനത്തെ കുന്നൊക്കെ അഡ്വഞ്ചറാട്ടോ, ചില ജന്തുക്കളുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും കയറി നോക്കുക എന്നുള്ളൂ. ഒക്കെ ഒരു പ്രതീക്ഷകളാണല്ലോ, ഒന്നും ഇല്ലാന്നില്ലേ. ഇതിലേറ്റവും വലിയൊരു കുന്ന് വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ കയറിയാണ്ട് ഇതിന്നില്ല വ്യൂസ് ഒന്ന് എടുത്തോക്കാം കേട്ടോ. കടലങ്ങ് നീണ്ട് കിടക്കുകയാണ്, ഒരാൾ പോലും ഇല്ല കേട്ടോ. എന്ത് ഭംഗിയാണേ കാണാൻ, നല്ല കാറ്റും നല്ല തണുപ്പും, ഒരു രക്ഷയില്ല. അടിപൊളി ഒരു കാഴ്ച, അടിപൊളിയല്ലേ. ഇവിടുന്ന് കൂക്കല്ല, എന്തൊച്ചപ്പാണ്ടാക്കിയും കാര്യമില്ല, ആരും അറിയില്ല. പ്രത്യേകിച്ച് ഒക്കെ ആ ഭാഗത്തുണ്ടല്ലേ തെങ്ങും തോട്ടങ്ങളാണ്, അതുപോലെ തന്നെ ആ ഭാഗത്തുണ്ട് തെങ്ങും തോട്ടങ്ങളാണ്. ഈ ഭാഗത്തുണ്ടല്ലേ കടലാണ്, ഈ ഭാഗത്തുണ്ടല്ലേ കൊടും കാടാട്ടോ. ആ ഭാഗത്തേക്ക് ഇടയ്ക്കിടയ്ക്കാർ വീടുകളാണ് കേട്ടോ. അതുപോലെ തന്നെ റോഡും വരുന്നുണ്ട് ആ ഭാഗത്തേക്ക്. വർക്കല ബീച്ചിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. കുറച്ച് നടക്കാണ്ട് നടന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു കാഴ്ചയാണ്. നോക്കിയേ അടിപൊളിയല്ലേ. അങ്ങനെ എല്ലാവർക്കും ജാസ് സ്റ്റുഡിയോ പ്ലസിലേക്ക് അവർക്ക് സ്വാഗതം കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.